നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ വികസനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിശിഷ്ട വൈദഗ്ധ്യവും സ്പെഷ്യലൈസേഷനുകളുമുള്ള പ്രതിഭകൾക്ക് സൗദി പൗരത്വം നൽകാൻ ഒരുങ്ങുന്നു. സൗദി പൗരത്വം അനുവദിക്കാൻ ഭരണാധികാരി സൽമാൻ രാജാവാണ് അനുമതി നൽകിയത്. മതപരം, മെഡിക്കൽ, ശാസ്ത്രം, സാംസ്കാരികം, കായികം, സാങ്കേതികവിദ്യ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ വിശിഷ്ട പ്രതിഭകൾക്കും വിദഗ്ധർക്കുമാണ് സൗദി പൗരത്വം അനുവദിക്കുന്നത്. സൗദിയിൽ വികസനം ശക്തമാക്കാൻ സഹായിക്കുന്നതിനായി വിഷൻ 2030 പദ്ധതിക്ക് അനുസൃതമായി മെഡിക്കൽ, ശാസ്ത്ര, സാംസ്കാരിക, സ്പോർട്സ്, സാങ്കേതിക, നിയമ മേഖലകളിലെ വിദഗ്ധർക്ക് സൗദി പൗരത്വം നൽകാൻ നേരത്തെ രാജാവ് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും വിശിഷ്ട പ്രതിഭകൾക്കും വിദഗ്ധർക്കും അപൂർവ സ്പെഷ്യലൈസേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്കും സൗദി പൗരത്വം അനുവദിക്കാൻ സൽമാൻ രാജാവ് അനുമതി നൽകിയത്. എണ്ണ വരുമാനം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിച്ച കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന സാമ്പത്തിക സാമൂഹിക പരിഷ്കരണ പദ്ധതികളുടെ ഭാഗമായാണ് പ്രതിഭകൾക്കും വിദഗ്ധർക്കും സൗദി പൗരത്വം അനുവദിക്കാനുള്ള തീരുമാനം. നിക്ഷേപകരിലും ഡോക്ടർമാരിലും എഞ്ചിനീയർമാരിലും പെട്ടവർക്ക് സമീപകാലത്ത് സൗദി അറേബ്യ പ്രീമിയം ഇഖാമകൾ അനുവദിക്കാൻ തുടങ്ങിയിരുന്നു. മുൻപ് വിദേശികൾക്ക് ലഭ്യമല്ലാതിരുന്ന നിരവധി ആനുകൂല്യങ്ങൾ പ്രീമിയം ഇഖാമ നേടുന്ന വിദേശികൾക്ക് ലഭിക്കും. അതേസമയം സൗദിയിൽ തൊഴിൽ വിസ അനുവദിക്കുന്നതിന് നിയന്ത്രണം വരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുൻകൂർ തൊഴിൽ കരാർ നിർബന്ധമാക്കും. ഇത് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് സൗദി മന്ത്രിസഭ നിർദ്ദേശിച്ചു. നിലവിൽ സൗദിയിലേക്ക് തൊഴിലാളികൾ എത്തിയ ശേഷമാണ് സേവന വേതന കരാറുകൾ തയ്യാറാക്കുന്നത്. ഈ രീതിക്കാണ് മാറ്റം വരുന്നത്. തൊഴിലുടമ വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥിയുമായി തൊഴിൽ കരാർ മുൻകൂട്ടി തയ്യാറാക്കി ഒപ്പുവയ്ക്കണം. വിസ അനുവദിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. ഫലത്തിൽ തൊഴിൽ കരാർ ഉള്ളവർക്ക് മാത്രമേ തൊഴിൽ വിസ ലഭിക്കുകയുള്ളൂ. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, സ്വദേശി, വിദേശി തൊഴിലാളികൾ എന്നിവർ തമ്മിലുള്ള തൊഴിൽ കരാർ ചുമതല മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിനായിരിക്കുമെന്നാണ് മന്ത്രിസഭാ തീരുമാനം. രജിസ്റ്റർ ചെയ്ത തൊഴിൽ കരാർ ഉള്ളവർക്ക് മാത്രമായിരിക്കും സൗദിയിൽ തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നൽകുക. തൊഴിലാളികളുടെ പ്രൊഫഷൻ, വേതനം, യോഗ്യത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിഷ്കരിക്കൽ ചുമതലയും മന്ത്രാലയത്തിനായിരിക്കും. തൊഴിൽ കരാർ ഒപ്പുവയ്ക്കുന്നത് മുതൽ കരാർ അവസാനിപ്പിക്കുന്നത് വരെയുള്ള കാലത്തായിരിക്കും ഈ ചുമതല. നിലവിൽ സൗദിയിലേക്ക് തൊഴിലാളികൾ എത്തിയ ശേഷമാണ് കരാറുകൾ തയ്യാറാക്കുന്നത്. ഇതിലാണ് ഭേദഗതി വരിക. തൊഴിൽ വിസയിൽ വരുന്നയാളുമായി മുൻകൂട്ടി കരാർ തയ്യാറാക്കണം. ശമ്പളവും തൊഴിലവകാശവും അടക്കമുള്ള കാര്യങ്ങളിൽ തർക്കം ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. നിലവിലെ ചട്ടമനുസരിച്ച് തൊഴിൽ കരാർ മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഖിവ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കരാർ കാലാവധിയും ഇതിലുണ്ടാകും. ശമ്പളം വൈകുക, തൊഴിൽ അവകാശം ലംഘിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ രേഖയാണ് പരിശോധിക്കുക. ശമ്പളം വൈകുന്നതിനും മറ്റും ബാങ്ക് രേഖകളും തെളിവാകും. ഫലത്തിൽ വിദേശികൾക്ക് തീരുമാനം ഗുണമാണ് ചെയ്യുക. ഇതോടൊപ്പം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ ബന്ധം സംബന്ധിച്ച മുഴുവൻ നിയന്ത്രണവും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിനായിരിക്കും. സ്ഥാപനം ചട്ടം ലംഘിച്ചാൽ തൊഴിലാളിക്കും, തൊഴിലാളി ചട്ടം ലംഘിച്ചാൽ സ്ഥാപനത്തിനും കരാർ റദ്ദാക്കാം. തൊഴിലാളിയെ എക്സിറ്റിൽ വിടണോ അതല്ല സ്പോൺസർഷിപ്പ് മാറ്റം അനുവദിക്കണോ എന്നതിലും തൊഴിൽ കരാറാണ് കണക്കിലാക്കുക. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.